ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം നല്ല കിടിലൻ റെസിപ്പീസൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. പഴുത്ത പഴം തന്നെ എടുക്കാം, നല്ല പഴുത്തയാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ ചെറിയൊരു കറച്ചൊവ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ടേസ്റ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മൈദ ചേർത്തോളൂ. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര അവസാനം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്താലും മതി. അപ്പോൾ ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. പഴം നന്നായിട്ട് അരഞ്ഞ് ആ ഗോതമ്പ് പൊടി ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനിയും പൊടി ഇടാനുണ്ട്, ഇത് മതിയാവില്ല. നമ്മളൊന്ന് വേഗം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊടി മാത്രം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ വീണ്ടും 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാൽ ഏകദേശം എടുത്തിട്ടുണ്ട്. മൊത്തം ഒരുമിച്ച് ഒഴിക്കണ്ട, നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ കുറച്ചും കൂടി വേണം തോന്നുകയാണെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും ചെയ്യാൻ, പിന്നെയും നമ്മൾ പൊടിയൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. സ്പൂണിൽ നിന്ന് അതങ്ങനെ എളുപ്പം വീഴാൻ പാടില്ല. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ കൈ വെച്ചിട്ട് ഇത് നുള്ളി ഇടുക ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരി ഇടുക ചെയ്യുക. അപ്പോൾ ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എള്ള് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എള്ളും കൂടെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇതിൽ അപ്പക്കാരം ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഴവും മുട്ടയൊക്കെ ചേർത്തല്ലേ, നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഇനി ഇത് എടുത്ത് വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇതുപോലെ കുറച്ചായിട്ട് കയ്യിലെടുത്തിട്ട് നുള്ളിയിട്ട് കൊടുത്താൽ മതി. വേഗം ചെയ്യാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് കുറച്ചൊന്ന് കോരിയിട്ടാൽ മതി. വളരെ സൈസ് ചെറുതാക്കി ചെയ്യാണ് നല്ല ഭംഗി ഉണ്ടാവുക, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ വയ്യാന്നാണെങ്കിൽ സ്പൂണിൽ കുറച്ച് കോരിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം ഒന്നും വേവേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ ബോൾ മാതിരി ഇങ്ങനെ മുകളിലോട്ട് വരും കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളർ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതെടുത്തിട്ട് നേരെ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കാം. ഇത്തിരി ഓയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും, അല്ലാതെ ഉള്ളിൽ അങ്ങനെ എണ്ണയൊന്നും കയറില്ല. അപ്പോൾ എല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചൂടാറിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ 2 നേന്ത്രപ്പഴം വെച്ച് ചെയ്താൽ തന്നെ അത്യാവശ്യം കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേരെ ഇല്ലെങ്കിൽ 1 നേന്ത്രപ്പഴം വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ബാച്ച് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. ഇതുപോലെ മുമ്പ് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അടുത്തത് റവയും നേന്ത്രപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ റൈസിൻസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി റൈസിൻസ് ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കണ്ട, ഒരു മീഡിയം പഴുപ്പുള്ള പഴം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുഴഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് വെന്ത് തുടങ്ങുന്ന ആ സമയമുണ്ടല്ലോ, അത്രയും മതി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എടുത്ത് മാറ്റാം. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകും, അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല.
അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ചും കൂടി ഒന്ന് നെയ്യാക്കി കൊടുക്കണം. 1 ടീസ്പൂൺ നിറയെ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ റവയുടെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് വരണം. മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത്രയും നേരം ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല തരിതരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് വെള്ളം ചൂടാക്കാൻ വെക്കുന്നത്. കഴുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളം അത്രയും മതി. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് റവ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് റവയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും. റവ പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ 1/2 കപ്പ് നിറച്ചും തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ല ആ ഒരു പഴവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഴവും കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി പാനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന പരുവാവണം. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ട്രേ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാക്കിയിട്ടുണ്ടാവണം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബനാനയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നെയ്യാക്കാൻ മറന്നു പോയത്, എന്നാലേ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവേൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ ചൂടാറാൻ പാടില്ല, പിന്നെ സെറ്റായി കിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും കറണ്ട് പോയി. പിന്നെ കറണ്ട് വരാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റായി പോകും ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂട് മാറിയാൽ മാത്രമേ നമുക്കിത് പാനിൽ നിന്ന് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈഡ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 4 സൈഡ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്കോ ഏതിലാന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ സിമ്പിളായിട്ട് വരും കേട്ടോ. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടീസിനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി പേര് ഇത് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പഴംപൊരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്തതല്ല, ഒരു മീഡിയം പഴുപ്പേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. ആവിയിലാവുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്കധികം വെള്ളമൊന്നും ഉണ്ടാവില്ല ഉടച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേവണം കേട്ടോ, എന്നാലേ നല്ല പോലെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫോർക്കൊക്കെ വെച്ച് കുത്തി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഉടച്ചാൽ മതി, കാരണം അത്രയും നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് അങ്ങ് ഉടയണമെന്നില്ല. നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും നന്നായിട്ട് ഉടഞ്ഞു വരും. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. എപ്പോഴും ഈ പഴംപൊരി കഴിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ചേർക്കുക. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ തേങ്ങയും നേന്ത്രപ്പഴമൊക്കെ ഉള്ള കോമ്പിനേഷൻ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു രീതിക്കും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ല രസമുണ്ടാവും കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം, ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ്.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 3-4 സ്പൂണ് അരിപ്പൊടി വേണ്ടി വരും. അതിൽ കൂടുതൽ എടുക്കണ്ട, കാരണം ഒരുപാട് പൊടി എടുത്തു കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല കഴിക്കാൻ. മാക്സിമം പൊടീൻ്റെ അളവ് കുറക്കാൻ നോക്കണം. അപ്പോൾ ഇത്രയും കൂടി പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കൈയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കയ്യിൽ വേണമെങ്കിൽ ഇത്തിരി എണ്ണയാക്കിയതിന് ശേഷം കുറച്ചൊന്ന് ഷേപ്പാക്കി എടുക്കുക. ഒരുപാട് ടൈറ്റാക്കി എടുക്കേണ്ട മാവ്, ചെറുതായിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പ് മതി. നമുക്ക് വേണമെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഇതേ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്കാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു നുള്ളു അപ്പക്കാരം ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് പൊരിഞ്ഞ് വരാൻ വേണ്ടി, നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചേർക്കുന്നില്ല, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മളങ്ങനെ മധുരമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ഇതുപോലെ ഓരോന്നും ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. ബാക്കിയൊക്കെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കണ പോലെയാണ്, പക്ഷേ നമ്മൾ കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്യണം, കാരണം ഉള്ളിൽ നമ്മൾ അരിപ്പൊടി ചേർത്തതാണ്. അപ്പോൾ അത് വേവാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ഇത്തിരി ഒന്ന് ഞാൻ കുറച്ച് വെക്കുന്നുണ്ട്. പെട്ടെന്ന് പുറം കളറ് മാറും, ഉള്ളിൽ വേവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടൊരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് എടുക്കുന്ന സമയത്ത് ഒന്ന് തീ കൂട്ടി വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 സൈഡും നല്ല ആവശ്യമുള്ള ഒരു മുരിഞ്ഞ കളർ വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 സൈഡ് റെഡി ആയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും വൈകുന്നേരത്തെ ചായക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പഴംപൊരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോസ്റ്റാണ്, ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു നേന്ത്രപ്പഴം വേണ്ട, നല്ല പഴുത്ത് തന്നെ നോക്കിയെടുക്കുക, ഇല്ലെങ്കിൽ ഒരു കറച്ചൊവ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം 2 സൈഡ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ നെയ്യേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാൻ ചൂടാവുന്ന സമയത്ത് നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് 2 സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പച്ചച്ചൊവ ഉണ്ടാവും നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിത് മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 സൈഡും നല്ല ടോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുകയാണ്. ചൂടൊന്ന് ആറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും ചേർക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പാല് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 2 നുള്ളു അത്രേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പാല് ചേർക്കുമ്പോൾ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടിച്ച് നോക്കിയതിന് ശേഷം ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം 1/4 കപ്പും 1 സ്പൂണുമാണ് പാല് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. 4-5 പീസ് ബ്രെഡ് എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ മിക്സിൽ ഇത് ബ്രെഡ് ഒന്ന് നന്നായിട്ട് 2 സൈഡ് മുക്കിയിട്ടാണ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ആ സൈഡിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള പാൻ റെഡിയാക്കാം. നമ്മൾ നേരത്തെ നേന്ത്രപ്പഴം ടോസ്റ്റ് ചെയ്ത് അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ആക്കിയിട്ടുണ്ട്. നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ നമുക്ക് 2 സൈഡും ബ്രെഡ് മുക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം, അതുപോലെ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് അത്യാവശ്യം റെഡി ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക, കാരണം നല്ല സോഫ്റ്റ് ആയി പോകും ബ്രെഡ്. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മളിത് എടുക്കുക. അപ്പോൾ ഒരു സൈഡും കൂടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇത് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു സാൻഡ്വിച്ച് പോലെ ആക്കി കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടീസിനൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നേന്ത്രപ്പഴം അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല റെസിപ്പീസാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അത് വേഗം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റുള്ള നല്ല കിടിലൻ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് നാളെ രാത്രി 8 മണിക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.